നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. പോവാം മോളെ. ആയിഷ മോളെ, എന്താ അച്ഛാ? അമ്മയുടെ അസുഖം മാറിയിട്ടുണ്ടാവൂലേ? അത് പിന്നെ ആയിഷ, മോളിപ്പൊന്നും പറയണ്ട. അച്ഛൻ വീട്ടിലെത്തിയിട്ട് കണ്ടോട്ടെ. ശരി. എന്താ മോളൊന്നും മിണ്ടാത്തെ? അമ്മ വീട്ടിൽ തന്നെ ഉണ്ടോ പൊന്നെ? വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയുടെ അസുഖം മാറിയിട്ടില്ലേ? ജെയിംസ്, നിങ്ങൾ വീട്ടിലേക്ക് വരൂ, ഇവിടെ നിന്ന് സംസാരിക്കാതെ. അത് പിന്നെ എനിക്കെന്ന വാക്ക് തന്നിട്ടാ മോള് പോയത്, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. സമയം ഒത്തിരി ലേറ്റ് ആയി, വരൂ വീട്ടിലേക്ക് പോവാം. ശരി, പോകാം. എത്ര നേരം ഞാൻ ഇവരെ കാത്തു നിൽക്കുന്നു. ഇവരെവിടെ പോയി? അന്ന് ആ ഹോസ്പിറ്റൽ ഒറ്റക്കാക്കിയ പോലെ ഇന്നും അവരെന്നെ ഒറ്റക്കാക്കി പോയോ? ആയിഷ മോളെ വീണ്ടും എന്നെ ചതിച്ചോ? അച്ഛനെ കൂട്ടി വരാന്ന് പറഞ്ഞിട്ട് മോളിത് എവിടെ പോയി? അമ്മയ്ക്ക് ഇവിടെ ഒറ്റക്ക് നിന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. അയ്യോ, ഇവര് വീണ്ടും എന്നെ ഒറ്റക്കാക്കി പോയെന്നാ തോന്നുന്നേ. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ പോവാ, അവരെ തേടി ഞാൻ പോവാ. അല്ലെങ്കിലേ അവർ തിരിച്ചു വരില്ല. അമ്മേ, ഇവളേട്ടാ പോവാൻ നിക്കണേ? എന്തേലും ഇവളെ പേര് മറന്നല്ലോ. കിട്ടി, അശ്വതിയെ. എന്താ ചേട്ടാ പോവാൻ നിക്കണേ? അച്ഛനെ കൂട്ടിട്ട് മോള് വരാന്ന് പറഞ്ഞു പോയതാ. ഇത്ര നേരായിട്ടും വന്നിട്ടില്ല. അത് അവര് വരും. എന്നിട്ട് എവിടെ? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. കുറച്ചു നേരത്തെ മുന്നേ ഒന്നെ വിളിച്ചിരുന്നു. ഇവിടെ എത്താനായിന്നാ പറഞ്ഞേ. ഇല്ല, എന്നെ ചുമ്മാ പറ്റിക്കുവാ. അല്ല അശ്വതി, ഞാൻ സത്യം പറയണേ. വേണ്ട, ഞാൻ അവരെ തേടി പോവാ. എങ്ങിട്ട് പോവാന്? പുറത്തിറങ്ങാൻ പോവാ. അപ്പൊ എനിക്ക് കാണാലോ അവര് പുറത്തൊന്നും ഇല്ല. അവിടെ പോയിട്ടൊന്നും കാര്യമില്ല. അതൊന്നും പറയണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ. പഠിച്ചോനെ, ഇത് വല്ലാത്ത സ്വീപ്പായല്ലോ. ഈ പെണ്ണിന് മൂത്ത പ്രാന്താ. പുറത്ത് വിട്ടാലേ ശരിയാവൂല. എന്റെ റബ്ബേ, ഐറ്റുകളിങ്ങി എപ്പളാ വരിക? പഠിച്ചോനെ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇവക്കാണേ മൂത്ത പ്രാന്ത്. വലിയോരാരില്ലതാനും. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ വലുത്. എന്താ കാട്ടാ? ഇവളെ എങ്ങനെ പുറത്തു വിടരുത്. അതേ നടക്കുള്ളൂ. അല്ലോ, പെണ്ണ് പോയി. പഠിച്ചോനെ, ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാ? റബ്ബേ, കയ്യും കാലും കൊയ്യണേ. അല്ല, ഞാനെന്ത് പേട്ടാ? പിടുത്തം വിട്ട് ഇൻകിപ്പോ ഭ്രാന്താവല്ലോ പഠിച്ചോനെ. ഹലോ, എന്റെ പൊന്നാര അശ്വതി മോളെ, ഈ ആമിൻ താത്തനൊന്ന് നോക്ക്. വേണ്ട ആമിൻ താത്ത, ഞാൻ പോവാണ്. ഇന്റെ പഠിച്ചോനെ, ഞാനിപ്പോ എന്താ കാട്ടുക? പൊന്നാര മോളെ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. എന്ത് കേക്കാ നിങ്ങള് പറയണേ? അന്റെ പോയി അപ്പളെ ജയിലിൽ നിന്നല്ലേ വരുന്നേ? അപ്പൊ കൊറേ സമയം എടുക്കൂലേ? എന്താ നിങ്ങളിപ്പോ പറഞ്ഞേ? വേറെ വായില്ല റബ്ബേ എന്റെ മുന്നില്. എന്താ നിങ്ങളിപ്പോ പറഞ്ഞേ? എന്റെ ഭർത്താവ് ജയിലിൽ നിന്നാണ് വരുന്നത്? അതെ. നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ മോള് ആയിഷ. എന്റെ മോള് ആയിഷ നിങ്ങളോട് അത് പറഞ്ഞോ? പറഞ്ഞു. വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ പറയാൻ നിൽക്കരുത്. അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയരുത്. എനിക്കറിയുന്ന കാര്യം തന്നെ ഞാൻ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് എങ്ങനെയാ ജയിലിലായത്? എന്റെ മോളെ പീഡിപ്പിച്ച് കൊന്ന സാറിനെ കൊന്നത് എന്റെ ഭർത്താവാ, അതായത് എന്റെ ജെയിംസ്. വേണ്ടാത്ത ഓരോന്നും പറയാൻ നിൽക്കില്ല താത്ത. എന്റെ പൊന്നാര മോളെ, എനിക്കറിയുന്ന സത്യം ഞാൻ എന്നോട് പറഞ്ഞത്. ജി വീട്ടിക്ക് വാ. ഇല്ല, ഞാൻ വരില്ല. ഈ നടു റോട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഒരിപ്പോ വീട്ടിലെത്തിണ്ടാവും. ജി വീട്ടിക്ക് വാന്ന്. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ എന്തൊക്കെയോ പിച്ച് മെയ് പറയാ. നിങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിലാക്കണം. ശരി, ഇപ്പൊ അങ്ങനായോ? എനിക്കല്ല ഭ്രാന്ത്, അനക്കാ. എന്ത്? ശരി, ജിന്റെ പ്രാന്തത്തിയാക്കില്ലവളെ. നിങ്ങൾ പിന്നെ എന്തൊക്കെ പിച്ചും ഈ പറയുന്നത്? എന്റെ മോള് ജീവനോടെ ഉണ്ട് ഇപ്പോഴും. നിങ്ങൾ കണ്ടതല്ലേ? അതെന്റെ മോള് പ്രേതായിട്ട് വന്നതാ. ഹേയ് തളച്ചി, ഞാൻ ഇത്രയും നേരം വളരെ മാന്യമായിട്ടാ നിങ്ങളോട് സംസാരിച്ചത്. വിളിച്ചത് എന്റെ വായെന്ന് നീ കേൾക്കണെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് എത്രയും പെട്ടെന്ന് പൊയ്ക്കോ. ഓരോ വട്ട് കേസുകൾ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താന്. പൊന്നാര മോളെ, ആടെ നിക്ക്, ആട്ടൊന്നും പോവല്ല. വണ്ടികള് വരുന്ന സ്ഥലാണ് പൊന്നേ.
എന്റെ വണ്ടിയുടെ മുന്നിൽ കൂടെ വന്നതാ, ഞാൻ മനഃപൂർവ്വം തട്ടിച്ചതല്ല. കുറച്ച് മെന്റലാ ഈ പെണ്ണിന്, അതാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓ, എന്താ ഇപ്പൊ ചെയ്യാ? ചോരയിൽ മുങ്ങി കുളിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാവണില്ല പഠിച്ചാനെ. നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഹലോ കൂട്ടുകാരി, കുറച്ച് കൂട്ടുകാരെ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ നമുക്കൊന്ന് ഹായ് പറയാം. ഹായ് ദിൽഫ, ഹായ് നീനു, ഹായ് ഷൻഹ, ഹായ് ഫാത്തിമ മുഹമ്മദ്, ഹായ് ഹയ, ഹായ് ആയിഷ, ഹായ് ഹൈഫ, ഹായ് ഫാത്തിമ ആലിയ, ഹായ് നിദ നൈറ, ഹായ് അനാമിക, ഹായ് ആദി കൃഷ്ണ, ഹായ് ധ്യാൻ കൃഷ്ണ. ഇത്രയും കൂട്ടുകാരാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഹലോ കൂട്ടുകാരെ, ആരെങ്കിലും ഞാൻ ഹായ് പറയാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ഒന്നും കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. നമുക്ക് പിന്നൊരു വീഡിയോയിൽ ഹായ് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ ലൈക്ക് കുറവാണ്, കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി. ബൈ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. താങ്ക് യു ഓൾ.